വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എങ്ങനെയുണ്ട് എല്ലാവരുടെയും റമദാനൊക്കെ? നമ്മുടേത് അടിപൊളിയായി പോകുന്നു. ഇപ്പോൾ ആയിട്ട് ചൂടൊക്കെ കൂടി വരുമ്പോൾ ഭയങ്കര ക്ഷീണമാണ്. അപ്പോൾ ഇന്നത്തേത് നമ്മുടെ ഒരു റമദാൻ വ്ളോഗാണ്. രാവിലത്തെ ഈ ഒരു ഭക്ഷണം കഴിക്കൽ ഒട്ടും ഇഷ്ടമല്ല. പിന്നെ നമ്മൾ കുറച്ച് നേരമൊക്കെ കിടന്ന് പിന്നെ നേരത്തെ തന്നെ എണീക്കണമായിരുന്നു. ആലുവിൻ്റെ സ്കൂൾ ഇപ്പം നേരത്തെ പോകണം. കാരണം നോമ്പായതുകൊണ്ട് നേരത്തെ പോയിട്ട് ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേന് സ്കൂൾ വിടും. സ്കൂളിലുള്ളത് കൊണ്ട് തന്നെ എണീക്കലും പണികളൊക്കെ പെട്ടെന്ന് തന്നെ തീർത്തു. അന്നും ഞാനൊക്കെ കുളിച്ച് പിന്നെ അവൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുമായിരുന്നു. പണ്ടൊക്കെ നോമ്പിന് ഒരുപാട് സമയം ഫ്രീ ആയിട്ടിരിക്കാനുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒട്ടും സമയമല്ല. എല്ലാം ഒരു ഹറിബറി തിരക്ക് പിടിച്ച ദിവസങ്ങൾ മാത്രമാണ്. കുറേ ടൈം വെറുതെ ഇരിക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ കോഴ്സിനൊക്കെ ജോയിൻ ചെയ്ത്. ഇപ്പം ആണെങ്കിൽ ഒരുപാട് പഠിക്കാനും എഴുതൽ തന്നെയാണ് പണിയുള്ളത്. അതെല്ലാം ഒന്ന് തീർത്ത് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ സമയമായി. ഈ കുക്കറാണ് ഞങ്ങളുടെ മെയിൻ ആയുധം. പിന്നെ എല്ലാം ഒരു തിരക്കായിരുന്നു. നമുക്ക് ഫുഡൊന്നും മര്യാദക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ വരെ കഴിഞ്ഞില്ല. ഇന്ന് കട്ട്ലേറ്റ് ഉണ്ടാക്കി. എൻ്റെ അബദ്ധം കൊണ്ട് ബീഫ് ഞാൻ അതിലിടാൻ മറന്നുപോയി. ജ്യൂസ് റെഡിയാക്കിയില്ല. അങ്ങനെ ഫുൾ അബദ്ധങ്ങളെ ദിവസമായിരുന്നു ഇന്ന് ഫുള്ള്. ഇനിയുള്ള ദിവസങ്ങളിൽ നേരത്തെ ആക്കാമെന്നുള്ള ഒരു വിശ്വാസത്തിൽ ഞാൻ പിന്നെ റൂമിലേക്ക് പോയി. ഇത് ഫസ്റ്റത്തെ നോമ്പിനെടുത്ത വ്ളോഗായിരുന്നു കേട്ടോ. പിറ്റത്തെ ദിവസം രണ്ടാമത്തെ നോമ്പ് 20th ആലുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ സ്കൂളിലേക്ക് ബർത്ത്ഡേ സെലിബ്രേഷനൊന്നും ഇല്ല. അവർക്ക് ഇതുപോലെ പെൻസിൽ കൊടുക്കാം. ചോക്ലേറ്റ്സ് അങ്ങനെയൊന്നും അലൗഡ് അല്ല. പക്ഷേ ഈ പെൻസിലിൻ്റെ മേലെ അവർക്ക് ചോക്ലേറ്റ്സ് റോൾ ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുപോവാം. പിന്നെ നമ്മുടെ ലൈബ്രറിയിലേക്ക് ഒരു ബുക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഇവിടെയാണെങ്കിൽ റാഫിക്ക് ഒരുപാട് ബുക്സൊക്കെ കളക്ഷൻ ഉണ്ട്. അതിൽ നിന്ന് ഞാൻ എൻ്റെ കഥ എന്ന് പറയുന്ന മാധവിക്കുട്ടീൻ്റെ ആ ഒരു ബുക്ക് എടുത്തു. അതിൽ ഞാനൊരു ചെറിയ കോട്ട്സും അവളുടെ പേരും ക്ലാസ് എല്ലാം എഴുതി വെച്ചു. ഇനി നമുക്ക് ഈ മഞ്ചൊക്കെ ഈ പെൻസിലിൽ നമ്മൾ ഇൻസുലേഷൻ വെച്ചിട്ട് ടാപ്പ് ചെയ്യണം. ഈ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എണ്ണി കാത്തിരിക്കുകയായിരുന്നു. ഓരോ വർഷം കഴിയുമ്പോഴും അടുത്ത ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് എണ്ണി കാത്തിരിക്കുക എന്ന് പറയില്ലേ, അതുപോലെയാണ്. ഓരോരോ ആകാംക്ഷയും ഒക്കെ ഓരോരോ സംഭവങ്ങൾ വേണം. അങ്ങനെ കുറേ പ്രതീക്ഷകളാണ്. നമ്മൾ അവൾക്കൊരു സൈക്കിൾ വാങ്ങിക്കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. അവളോട് പറഞ്ഞിരുന്നു, നമ്മൾ നോക്കി വെച്ചായിരുന്നു. പിന്നെ പറഞ്ഞു പൈസ ഇല്ല, വാങ്ങിത്തരില്ല, അടുത്ത വർഷം നമുക്ക് വാങ്ങാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് അവൾക്കറിയാത്ത കുറേ സർപ്രൈസുകൾ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. എല്ലാ പ്രാവശ്യവും അവൾക്ക് നേരത്തെ തന്നെ എന്തൊക്കെ കിട്ടുക ഗിഫ്റ്റുകളൊക്കെ എന്നൊക്കെ അവൾക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ ഉണ്ടാവും. ഇപ്രാവശ്യം അവൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന സൈക്കിളായിരുന്നു. പക്ഷെ അത് കിട്ടൂല എന്ന് പറഞ്ഞിട്ടും വലിയ കച്ചറയൊന്നും ഉണ്ടാക്കിയില്ല. അങ്ങനെ നമ്മൾ രാത്രി ഇരുന്നിട്ട് ഈ പെൻസിലൊക്കെ റോൾ ചെയ്തു. ക്ലാസ്സിലും പിന്നെ അവളെ ബസ്സിൽ പോകുന്ന കുറച്ച് ഫ്രണ്ട്സിനും വേണം. പെൻസിൽ മാത്രമല്ല, ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ പേനയും കൂടിയും കൊടുക്കുന്നുണ്ട്. ഈ 2 പേന വെച്ചിട്ട് അറബിക് മാമിനും അവളുടെ ക്ലാസ് ടീച്ചറിനും അതുപോലെ പ്രിൻസിപ്പലിനും നമ്മളെല്ലാം ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. ഫുള്ള് കളർഫുള്ളായിട്ടുള്ള പെൻസിലുകളൊക്കെ. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളിതൊക്കെ പാക്ക് ചെയ്ത് ബാഗിലാക്കിയതിന് ശേഷം മക്കളെ വേഗം തന്നെ ഉറക്കി. അപ്പോൾ അവളുടെ സർപ്രൈസൊക്കെ നാളെ കാണാം.